ഹായ് ഹലോ, അജിത്താണ്. ട്രാവൽ വിത്ത് അജിത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. നമ്മുടെ ബെഹറിൽ കഴിഞ്ഞ ദിവസം ഓണാട്ടുകര ഫെസ്റ്റ് നടന്നു. ഓണാട്ടുകരയുടെ തനതായ സംസ്കാരവും പാരമ്പര്യവും ഒക്കെ വിളിച്ചോതുന്നതായിരുന്നു ഇത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. ഹായ് ഹലോ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. കുറച്ച് ദിവസമായി വീഡിയോസൊക്കെ നമ്മളിട്ടിട്ട് കുറച്ച് തിരക്കായിപ്പോയി. ഇന്നത്തെ വീഡിയോയ്ക്ക് കുറച്ച് ലെന്ത് കൂടുതലാണ്. ഏകദേശം 15 മിനിറ്റോളം നമ്മുടെ വീഡിയോ വരുന്നുണ്ട്. അപ്പം എല്ലാവരും ഫുള്ളായിട്ട് കാണണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം അറിയിക്കണം. കാരണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളാണ് പുതിയ പുതിയ വീഡിയോസ് നമുക്ക് ചെയ്യാനുള്ള പ്രചോദനമായിട്ട് മാറുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ വീഡിയോയിലുള്ളത് ബെഹറിൽ നടന്ന ഒരു ഓണാട്ടുകര ഫെസ്റ്റിനെ കുറിച്ചാണ്. ഇന്നത്തെ ചെങ്ങന്നൂർ, കരുനാഗപ്പള്ളി, കാർത്തികപ്പള്ളി, മാവേലിക്കര താലൂക്കുകളിൽ പെടുന്ന സ്ഥലങ്ങൾ ഉൾപ്പെടുന്ന ഒരു നാട്ടുരാജ്യമായിരുന്നു ഓണാട്ടുകര. കായംകുളം രാജവംശത്തിൻ്റെ ആദ്യ പേര് ഓടനാട് എന്നായിരുന്നുവെന്നും ആ ഓടനാട് ഓണാട്ടുകരയായി എന്നും ചരിത്രങ്ങളിൽ പറയുന്നു. ചരിത്രത്താളുകളിൽ ഓണാട്ടുകരയുടെ ഉത്ഭവത്തെക്കുറിച്ച് പല അഭിപ്രായങ്ങൾ പറയുന്നുണ്ടെങ്കിലും ഏറെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു മണ്ണാണ് ഓണാട്ടുകര. അതേപോലെ തന്നെ ഒരു മഹത്തായ സംസ്കാരത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും ഉടമകളാണ് ഓണാട്ടുകരക്കാർ. ഓണാട്ടുകരയുടെ സ്വന്തം ചെട്ടികുളങ്ങര കുംഭഭരണിയും അതിൻ്റെ അനുഷ്ഠാന കലയായ കുത്തിയോട്ടവും കുതിരമൂട്ടിൽ കഞ്ഞിയും എല്ലാം ഇങ്ങ് അറേബ്യയുടെ പവിഴദ്വീപായ ബെഹ്റിനിൽ വന്നാൽ എങ്ങനെയിരിക്കും? എന്നാൽ അങ്ങനെ ഒരു സംഭവം നമ്മുടെ ബെഹ്റിനിലുണ്ടായി. ബെഹ്റിൻ കേരളീയ സമാജത്തിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ഓണാട്ടുകര ഫെസ്റ്റ് നടന്നിരുന്നു. ബെഹ്റിൻ കേരളീയ സമാജത്തിൻ്റെ നേതൃത്വത്തിൽ ഇത് 2ാമത്തെ തവണയാണ് ഓണാട്ടുകര ഫെസ്റ്റ് ബെഹ്റിനിൽ നടക്കുന്നത്. ഒരു തട്ടക്കാരനായ എനിക്ക് ഉത്സവവും ഉത്സവത്തിൻ്റെ കെട്ടുകാഴ്ചയും ഒക്കെ പറയുമ്പോൾ അത് മറ്റൊരു വികാരമാണല്ലോ. ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടുകാഴ്ച നടക്കുന്ന നാടാണ് ചെട്ടികുളങ്ങര. അത് പറയുമ്പോൾ എൻ്റെ സ്വന്തം നാടായ തട്ടയിലാണ് ലോകത്തിലെ 2ാമത്തെ വലിയ കെട്ടുകാഴ്ച നടക്കുന്നതെന്ന് അഭിമാനത്തോടെ എനിക്ക് പറയാൻ സാധിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും ഓണാട്ടുകര ഫെസ്റ്റിൻ്റെ വിശേഷങ്ങളിലേക്ക് കടക്കാം. രാവിലെ 10 മണി മുതൽ ആരംഭിച്ച ചടങ്ങുകളായിരുന്നു ഓണാട്ടുകര ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട്. ഇവിടുത്തെ പല ചടങ്ങുകളും ഒരു നിമിഷം നമ്മളെ നാട്ടിലേക്കൊന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ചെട്ടികുളങ്ങര കുംഭഭരണിക്ക് കരക്കാരണിയിച്ചൊരുക്കുന്ന കെട്ടുകാഴ്ചകളുടെ ചെറുരൂപങ്ങളായിരുന്നു ഇവിടെ ഒരുക്കിയിരുന്നത്. രാവിലെ 10 മണിക്ക് ആരംഭിച്ച ചടങ്ങ് ആദ്യം ദേവിക്ക് മുമ്പിൽ നിറപറയും അതുപോലെ അൻപുലിയുമൊക്കെ സമർപ്പിച്ചായിരുന്നു ചടങ്ങുകൾ തുടങ്ങിയത്. അതിനുശേഷം ഘോഷയാത്രയുണ്ടായിരുന്നു. ആ ഘോഷയാത്രയിൽ നിരവധി ആളുകൾ കേരളീയ വസ്ത്രമൊക്കെ അണിഞ്ഞ് പങ്കെടുക്കുകയുണ്ടായി. കുത്തിയോട്ടപ്പാട്ടിൻ്റെ അകമ്പടിയോടെയാണ് ഘോഷയാത്ര നടന്നത്.
ഘോഷയാത്രയ്ക്ക് ശേഷമാണ് കഞ്ഞിസദ്യ ആരംഭിച്ചത്. കഞ്ഞിസദ്യയുടെ ഭാഗമായിട്ട് ആദ്യം കഞ്ഞി വിളമ്പിയത് ചെട്ടികുളങ്ങര അമ്മയുടെ ഫോട്ടോയ്ക്ക് മുമ്പിലായിരുന്നു. അത് ആ പരമ്പരാഗത രീതിയിൽ തന്നെ വിളമ്പുകയും ചെയ്തു. കേരളീയ സമാജത്തിൻ്റെ സ്റ്റേജിൽ ക്ഷേത്ര സങ്കല്പത്തിൽ ദേവിയുടെ ഫോട്ടോ ഒക്കെ വെച്ച് പ്രത്യേക സ്ഥലം സജ്ജീകരിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനു മുമ്പിലാണ് ഈ കഞ്ഞി വിളമ്പിയത് ആദ്യമായിട്ട്. അതേപോലെ തന്നെ ഇവിടെയായിരുന്നു പൂജയും അൻപൊലിയും ഒക്കെ നടക്കുകയും ചെയ്തത്. ഈ ക്ഷേത്ര സങ്കല്പത്തിലുള്ള ഇതിന് രണ്ട് വശങ്ങളിലായിരുന്നു കെട്ടുകാഴ്ചകളും നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നത്. ചെട്ടികുളങ്ങര കുംഭഭരണി മഹോത്സവത്തോടനുബന്ധിച്ച് നടക്കുന്ന കഞ്ഞിസദ്യ അതേ രീതിയിൽ തന്നെ ബഹ്റിനിൽ കൊണ്ടുവരാൻ ഇവർക്ക് പ്രത്യേകം കഴിഞ്ഞിട്ടുണ്ട്. കാരണം കഞ്ഞി, അസ്ത്രം, അതുപോലെ തന്നെ മുതിര, അവല് വിളയിച്ചത്, ഉണ്ണിയപ്പം, മാങ്ങാച്ചാറാണെങ്കിൽ പോലും ആ തൈരൊക്കെ ഉൾപ്പെടുത്തിയുള്ള മാങ്ങാച്ചാറൊക്കെ ഒരു കേരളീയ അല്ലെങ്കിൽ ഞാൻ ഒരുപാട് തവണ ചെട്ടികുളങ്ങര അമ്പലത്തിലും അതേപോലെ തന്നെ ഈ കുത്തിയോട്ടത്തിനും ഈ കഞ്ഞിസദ്യയ്ക്കും ഒക്കെ പോയിട്ടുള്ള ഉത്സവത്തിനൊക്കെ ഭാഗമായിട്ട് പോയിട്ടുള്ളത് കൊണ്ട് തന്നെ ആ ഒരു ടേസ്റ്റ് അതേപടി നമുക്കിവിടെ കൊണ്ടുവരാൻ സാധിച്ചു. ഞാനും ഒരുപാട് കഞ്ഞി കുടിച്ചു. ഇപ്പോൾ നമുക്ക് അവിടുത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. രാവിലെ ആയിരുന്നു ഈ പരിപാടികളൊക്കെ. രാവിലെ 10 മണിക്ക് ആരംഭിച്ച പൂജകളും ഘോഷയാത്രയ്ക്കുമൊക്കെ ശേഷം ഏകദേശം 11 മണി 11:30 കഞ്ഞിസദ്യ ആരംഭിക്കുന്നത്. കഞ്ഞിസദ്യയിൽ ഏകദേശം 1000-ന് മേൽ ആളുകളാണ് ഈ കഞ്ഞിസദ്യയുടെ ഭാഗമായിട്ട് പങ്കെടുത്തത്. എന്തായാലും നമുക്ക് ആ കാഴ്ചകളൊക്കെ കാണാം. അതിനുശേഷം വൈകിട്ടത്തെ പ്രോഗ്രാമുകളായിരുന്നു. വൈകിട്ടത്തെ പ്രോഗ്രാമുകൾ ചെണ്ടമേളം ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ കുത്തിയോട്ടപ്പാട്ട്, അങ്ങനെ ഒരുപാട് പരിപാടികൾ ഈ ഒരു ഓണാട്ടുകര ഫെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. അപ്പം ആ ഒരു ഓണാട്ടുകരയുടെ തനതായ സാംസ്കാരികവും പൈതൃകവുമായ ഒരുപാട് കാര്യങ്ങൾ അതേപടി ഈ കടൽ കടന്ന് അറബിയുടെ പവിഴദ്വീപായ ബഹ്റിനിലെത്തിക്കാൻ ഇവർക്ക് സാധിച്ചു. അപ്പോൾ എന്തായാലും നമുക്ക് ആ പ്രോഗ്രാമുകളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം.
കുത്തിയോട്ടവും എല്ലാം കഴിഞ്ഞ് പ്രോഗ്രാം എല്ലാം തീർന്നപ്പോൾ ഏകദേശം 11 മണി കഴിഞ്ഞു കാണും രാത്രിയിൽ. അപ്പം ഇതിനകത്ത് പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ കേരളീയ സമാജത്തിൻ്റെ നേതൃത്വത്തിൽ ആദരിക്കുകയുണ്ടായി. ഈ ബഹ്റിൻ്റെ മണ്ണിൽ ഒരു ഉത്സവ അന്തരീക്ഷവും അല്ലെങ്കിൽ ചെട്ടികുളങ്ങരയിൽ നമ്മൾ പോയ ഒരു ഫീലുമൊക്കെ കൊണ്ടുവരാൻ ഈ ഒരു പരിപാടിക്ക് സാധിച്ചു എന്ന് ഒരു തർക്കവുമില്ലാതെ നമുക്ക് പറയാൻ സാധിക്കും. ഇനിയുള്ള വർഷങ്ങളിലും ഇതുപോലെയുള്ള പരിപാടികൾ ഗംഭീരമായി നടക്കട്ടെ എന്ന് ആശംസിക്കാം. ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല പ്രോഗ്രാമുകൾ ബഹ്റിൻ്റെ മണ്ണിൽ നിന്നും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ ഞാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പം അതിന് നിങ്ങളുടെ പിന്തുണ കൂടി ഉണ്ടാവണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കണം. കാരണം ഞങ്ങളെപ്പോലെയുള്ള പുതിയ പുതിയ യൂട്യൂബർമാർക്ക് പ്രചോദനമെന്ന് പറയുന്നത് നിങ്ങളുടെ പിന്തുണ മാത്രമാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.